നമസ്കാരം. ഇനി പറയാൻ പോകുന്നത് വെറും ഒരു കൊലപാതക വാർത്തയല്ല. നീതിക്ക് വേണ്ടിയുള്ള ഒരു പിതാവിന്റെ പോരാട്ടത്തിന്റെയും തോൽക്കാൻ മനസ്സിലാത്ത അന്വേഷണ ഏജൻസിയുടെയും വിജയഗാഥയാണ്. തിരുവനന്തപുരം CETയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ബംഗാൾ സ്വദേശി ശ്യാമൾ മണ്ഡലിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 2 പതിറ്റാണ്ടായി നിയമത്തിന്റെ കണ്ണു വെട്ടിച്ചു നടന്ന ഒന്നാം പ്രതി നേപ്പാൾ സ്വദേശി ദീപക് എന്ന ദുർഗ ബഹദൂർ ഭട്ട് ഛേത്രി ഒടുവിൽ കുടുങ്ങിയിരിക്കുകയാണ്. നാഗ്പൂരിൽ CBI നടത്തിയ അതീവ രഹസ്യമായ ഓപ്പറേഷനിലാണ് ഈ കൊടും ക്രിമിനൽ വലയിലായത്. അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിത്തെളിച്ച അന്വേഷണ പാതയിലൂടെയാണ് CBI ഈ വിജയതീരത്തെത്തിയത്. ഒരു തുമ്പുമില്ലാതിരുന്ന കേസിൽ ഫോൺ രേഖകളും കുടുംബ പശ്ചാത്തലവും അരിച്ചു പെറുക്കി കേരള പോലീസ് തയ്യാറാക്കിയ ആ കണ്ടെത്തലുകൾ 100% ശരിയാണെന്ന് CBIക്ക് പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കാട്ടി പിതാവ് ബസുദേവ് മണ്ഡൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ് CBIക്ക് വിട്ടത്. എന്നാൽ CBIക്ക് മുന്നിലും കേരള പോലീസിന്റെ കൃത്യമായ കണ്ടെത്തലുകൾ തന്നെയായിരുന്നു പ്രധാന ആയുധം. കൊലപാതകത്തിന് ശേഷം അപ്രത്യക്ഷനായ ദീപകിനെ കണ്ടെത്തുക എന്നത് CBIക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി സൂരജ് B ഭട്ട് എന്ന പേരിൽ നാഗ്പൂരിൽ ആൾമാറാട്ടം നടത്തി ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. താൻ സുരക്ഷിതനാണെന്ന് അയാൾ കരുതിയെടുത്താണ് CBIയുടെ നാഗ്പൂർ ഓപ്പറേഷൻ വിജയിച്ചത്. കഠിനമായ പരിശ്രമത്തിനൊടുവിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ CBI സംഘം വേഷം മാറിച്ചെന്നാണ് ഇയാളെ പൊക്കിയത്. 2005 ഒക്ടോബറിലായിരുന്നു കേരളത്തെ നടുക്കിയ ആ കൊലപാതകം. ആൻഡമാനിൽ അധ്യാപകനായിരുന്ന ബസുദേവ് മണ്ഡലിനോടുള്ള പകയാണ് മകൻ ശ്യാമളിന്റെ ജീവനെടുത്തത്. രണ്ടാം പ്രതി മുഹമ്മദ് അലിയുടെ ആൻഡമാനിലെ ഹോട്ടൽ ബിസിനസ് തകരാൻ കാരണം ബസുദേവ് ആണെന്ന തെറ്റായ ധാരണയും പണത്തോടുള്ള ആർത്തിയുമാണ് ചതിക്ക് പിന്നിൽ. 20 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ശ്യാമളിനെ തട്ടിക്കൊണ്ടുപോയെങ്കിലും പോലീസ് വിവരമറിഞ്ഞതോടെ പ്രതികൾ പയ്യനെ കൊന്ന ചാക്കിൽ കെട്ടി തിരുവല്ലം വെള്ളാർ ഭാഗത്തെ റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തന്റെ മകനെ കൊന്നവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ബംഗാളിൽ നിന്നും സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയ വസുദേവ് മണ്ഡലിന്റെ പോരാട്ടം വെറുതെയായില്ല. രണ്ടാം പ്രതി മുഹമ്മദ് അലിക്ക് നേരത്തെ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരുന്നെങ്കിലും അടുത്തൊരു ജാമ്യം ലഭിച്ചത് വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നാം പ്രതി കൂടി പിടിയിലായതോടെ നീതി നടപ്പിലാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കേരള പോലീസ് പടുത്തുയർത്തിയ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CBI കേസ് വിജയിപ്പിച്ചെന്ന് നമ്മുടെ പോലീസിനും അഭിമാനകരമായ കാര്യം. പിടിയിലായ ദീപകിനെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. ഒളിവിൽ കഴിയാൻ ഇയാളെ ആരെങ്കിലും സഹായിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ CBI അന്വേഷിക്കുന്നുണ്ട്. നീതി വൈകിയെങ്കിലും അത് നിഷേധിക്കപ്പെട്ടില്ലെന്ന വലിയ സന്ദേശമാണ് അറസ്റ്റിലൂടെ പുറത്തുവരുന്നത്. നിയമം എത്ര വൈകിയാലും കുറ്റവാളി പിടിക്കപ്പെടും എന്നതിന്റെയും നീതി നടപ്പിലാക്കുന്നതിന്റെയും വലിയ ഉദാഹരണമാണ് ശ്യാമൾ മണ്ഡൽ കേസിലെ അറസ്റ്റ്. സാങ്കേതിക വിദ്യകളോ ഡിജിറ്റൽ തെളിവുകളോ ഇന്നത്തെ പോലെ സുലഭമല്ലാതിരുന്ന കാലത്ത് കേരള പോലീസ് അരിച്ചുപെറുക്കി ശേഖരിച്ച തെളിവുകൾ CBI അന്വേഷണത്തിന് നട്ടലായി മാറിയതാണ് കണ്ടത്. സ്വന്തം മകനെ നഷ്ടപ്പെട്ട വേദനയിലും പോരാട്ടം തുടർന്ന ബസുദേവ് മണ്ഡൽ എന്ന പിതാവിന്റെ ഇച്ഛാശക്തിയും അന്വേഷണ ഏജൻസിയുടെ നിരന്തരമായ പരിശ്രമവും ഒത്തുചേർന്നപ്പോൾ പെർഫെക്റ്റ് ക്രൈം എന്ന് പ്രതികൾ കരുതിയ കൊലപാതകത്തിനൊടുവിൽ തിരശ്ശീല വീഴുകയാണ്. ഇത് കേവലം ഒരു അറസ്റ്റ് മാത്രമല്ല, അന്വേഷണ മികവിന്റെയും പിതൃവാത്സല്യത്തിന്റെയും വലിയൊരു വിജയഗാഥ കൂടിയാണ്.